അവർ പറഞ്ഞിടേ നമുക്ക് ഗ്ലാസ് സ്കിൻ അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടോ. ഇത്ര സിമ്പിളാണ് സംഭവങ്ങൾ ഗൈസ്. നമ്മൾ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട് പലരും പലതും പറയും, അതിലൊന്നും ചെന്നിട്ട് വീഴരുത്. നിങ്ങൾ ഹൗ ടു ഗെറ്റ് ഗ്ലാസ് സ്കിൻ ഇൻ ജസ്റ്റ് 2 days, അതും അറ്റ് ഹോം. വീട്ടിൽ തന്നെ എങ്ങനെ അടിപൊളിയായിട്ട് ഗ്ലാസ് പോലത്തെ സ്കിൻ എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ. ഹോം മെയ്ഡ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മുടെ ഒക്കെ കിച്ചണിൽ തന്നെയുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ്, അതും കഞ്ഞിവെള്ളം നമ്മൾ കളയല്ല ചെയ്യാം ഗൈസ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഗ്ലാസ് സ്കിൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് മാത്രം ഫേസിലെടുത്ത് തേച്ചിട്ട് കാര്യമില്ല, അതിന്റെ കൂടെ ഒരു മിറാക്കിൾ ഇൻഗ്രീഡിയന്റ് ഉണ്ട്, അതും കൂടി ആഡ് ചെയ്തിട്ട് ഫേസിൽ അങ്ങോട്ട് തേച്ചാലുണ്ടല്ലോ വിത്തിൻ 2 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ഫേസ് മൊത്തത്തിൽ അങ്ങോട്ട് മാറും കേട്ടോ. ഈ ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും, ഇതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണോ, അതൊക്കെ കൊറിയൻ സ്കിന്നിലല്ലേ പറ്റുള്ളൂ, കൊറിയക്കാർക്കല്ലേ പറ്റുള്ളൂ എന്നൊക്കെ. അല്ല ഗൈസ്, വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കും പറ്റും. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഡിസ്ക്ലൈമർ പോലെ പറയാൻ വേണ്ടിയിട്ടുള്ളത്, ഇതൊരു ഗ്ലാസ് സ്കിൻ പാക്ക് ആണ്, അല്ലെങ്കിൽ ഗ്ലാസ് സ്കിൻ ക്രീം ആണ്. അപ്പൊ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ, അതായത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ കൂടെ വേറെ ട്രീറ്റ്മെന്റ്സ് ഒന്നും തന്നെ എടുക്കരുത് കേട്ടോ. അതായത് വേറെ പാക്ക് നിങ്ങൾ യൂസ് ചെയ്യരുത്, വേറെ ക്രീംസ് യൂസ് ചെയ്യരുത്. ഇത് യൂസ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. അതായത് രാവിലെ തൊട്ട് നൈറ്റ് വരെ നിങ്ങൾ ഫുൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിരിക്കണം. അതും സെയിം, അതായത് ഒരു തവണ ഇട്ട് അതിന്റെ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ, അതായത് എന്തെങ്കിലും ഫേസിൽ ഡേർട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് അഗൈൻ ഇത് ഫേസിൽ തേക്കണം. എന്നിട്ട് പിന്നെയും ഡേർട്സ് വരികയാണെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ ഇത് തേക്കണം. അങ്ങനെ 1 ഡേ ഫുള്ള് നിങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്താണെന്നുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഗ്ലാസ് സ്കിൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വെറുതെ പറയല്ല, ഞാനത് സ്ഥിരം ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമാണ്. വീട്ടിൽ തന്നെയുള്ള ചീപ്പസ്റ്റ് ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കഞ്ഞിവെള്ളം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ കഞ്ഞിവെള്ളം, ചുമ്മാ തെങ്ങിനോട്ടിൽ കൊണ്ട് കളയല്ലേ ചെയ്യാം. അത് കളയണ്ട, ജസ്റ്റ് വെയിറ്റ്. കഞ്ഞിവെള്ളത്തിന്റെ ലൈറ്റ് ആയിട്ടുള്ള പോർഷൻ ഇല്ലേ, അതായത് കഞ്ഞിയുടെ മുകളിൽ വെള്ളം നിൽക്കില്ലേ, അതല്ല നമുക്ക് വേണ്ടത്. താഴെ ഇങ്ങനെ അടിഞ്ഞു കൂടും പളുപ്പ്, അതാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഞാനൊരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ എന്ന് പറയുമ്പോൾ ഒരു 3 days നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്രീം ഉണ്ടാവും. ഓക്കെ, അതാ കണ്ടോ. കണ്ടു ഗൈസ്, കഞ്ഞിവെള്ളത്തിന്റെ ആ അടിയിലുള്ള ആ ഒരു പൾപ്പ് ഉണ്ടല്ലോ, അതായത് അതിന്റെ എസെൻസ്, ആ ഒരു പാർട്ടാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് അത് എടുത്തിട്ട് എന്നാ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ മിറാക്കിൾ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അലോവേര ജെല്ലാണ് കേട്ടോ. അലോവേര ജെൽ എത്ര ആഡ് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാല്, ഓക്കെ ഗൈസ്, നമുക്ക് 2 സ്പൂൺ കഞ്ഞിവെള്ളത്തിന് ഇങ്ങ് വാ 2, ഞാൻ ഇവിടെ ആൽപ്സ് ഗുഡ്നെസിന്റെ അലോവേര ജെല്ലായിട്ട് എടുത്തേക്കണേ. ഓക്കെ ഗൈസ്, നമുക്ക് ഇത് പോവാണ്ട് നോക്കണം. ഓക്കെ, 2 സ്പൂൺ കഞ്ഞിവെള്ളത്തിന് 1 സ്പൂൺ അലോവേര ജെല്ല്. ഇത് ഇതിലോട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതങ്ങ് മിക്സ് ആക്കണം. ഓക്കെ ഗൈസ്, ഇത് മിക്സ് ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം. മിക്സ് ആക്കിയിട്ട് ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഒരു ക്രീം പോലെ ആയിട്ടുണ്ടാവും കേട്ടോ. കഞ്ഞിവെള്ളവും അലോവേര ജെല്ല്, വീട്ടിലത്തെ അലോവേര ജെല്ല്, വീട്ടിലുണ്ടാക്കിയ അലോവേര ജെല്ല് എടുക്കണ്ട, പുറമേ നിന്ന് മേടിച്ചോട്ടാ, അതായിരിക്കും നല്ലത്. കാരണം ഈ ഒരു ക്രീമി കൺസിസ്റ്റൻസിൽ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും വീട്ടിലത്തെ ജെല്ലാവുമ്പോൾ. കടിഞ്ഞ് മേടിക്കുന്നതാകുമ്പോൾ ഇതുപോലെ ക്രീമി കൺസിസ്റ്റൻസിൽ കിട്ടും കേട്ടോ. ഇനി ഇത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്, ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫേസിൽ എന്ത് ചെയ്യണം, നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓൾ ഓവർ ഫുൾ ഫേസിൽ. കയ്യിൽ കുറച്ചെടുക്കുക. എന്നിട്ട് ഓക്കെ, ഇതുപോലെ ഇങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മോർണിംഗ് സ്കിൻ കെയർ കഴിഞ്ഞിട്ട്, അതായത് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്യില്ലേ, അതിന് പകരം അപ്ലൈ ചെയ്യരുത്. എന്നിട്ട് ഈ ഒരു സംഭവം എടുത്തിട്ട് ഫേസിൽ തേച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡേർട്സ് ഒക്കെ വന്നിട്ട് ഒരിതാവും. അപ്പൊ എന്ത് ചെയ്യാ, വാഷ് ചെയ്ത് കളയാ, പിന്നെ എടുത്ത് തേക്കുക. ഓക്കെ,
അവര് പറഞ്ഞിടേ നമുക്ക് ഗ്ലാസ് സ്കിൻ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അത് കണ്ടോ, ഇത്ര സിമ്പിളാണ് സംഭവങ്ങൾ. ഗൈസ്, നമ്മൾ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട് പലരും പലതും പറയും. അതിലൊന്നും ചെന്നിട്ട് വീഴരുത്. നിങ്ങൾ ഈ പാക്ക് എന്താ ചെയ്യാ, ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് പറയാം ഗ്ലാസ് സ്കിൻ കിട്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, ഇതുപോലെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓവർ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ വിറ്റമിൻ ഇ ഒന്നും ആഡ് ചെയ്യരുത് കേട്ടോ. ആഡ് ചെയ്തിട്ട് ഇതങ്ങ് കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. നമ്മുടെ ഉദ്ദേശം എന്താ, സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഗ്ലാസ് സ്കിൻ അച്ചീവ് ചെയ്യുന്നതാണ്. ഓക്കെ, അതിൽ വിറ്റമിൻ ഇ ഒക്കെ ആഡ് ചെയ്തിട്ട് അതങ്ങ് കോംപ്ലിക്കേറ്റഡ് ആക്കരുത് റെസിപ്പി. പിന്നെ നമുക്കത് ഈ സംഭവം എന്താ പറയുക, ട്രൈ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേഷൻ കാരണം മടിയൊക്കെ തോന്നും. ഓക്കെ, അപ്പോൾ ഇതാ ഈ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു സംഭവം ട്രൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ ഗൈസ്, കണ്ടോ? പിന്നെ ഇത് ഇങ്ങനെ ഫേസിൽ ഇടുന്നത് വഴി ഫേസ് ബ്രൈറ്റൻ ആവും കേട്ടോ. അത് വേറെ ബെനിഫിറ്റ്സ് ആണ്. ഫേസ് ബ്രൈറ്റൻ ആവുകയും ചെയ്യും. ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും. എന്തെങ്കിലും ഡാർക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ അതും പോവും. പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അതും പോവും. സ്കിൻ ടോൺ ലൈറ്റൻ ആവുകയും ചെയ്യും. അതൊക്കെ ഇതിന്റെ സൈഡ് എഫക്റ്റ് ആണ്. ഓക്കെ, ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ, ഓ മൈ ഗോഡ്, വാ, ഇത്രയും സിംപ്ലസ്റ്റ് വേ വേറെ ഉണ്ടാവില്ല ഗ്ലാസ് സ്കിൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ഇത് കുറെ നാളായിട്ട് ട്രൈ ചെയ്യണ കേട്ടോ. പിന്നെ വീഡിയോ ആയിട്ട് ചെയ്യാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് അങ്ങനെ മെസ്സേജസ് ഒന്നും വന്നിട്ടില്ല. എന്തെങ്കിലും ഗ്ലാസ് സ്കിന്നിന്റെ ഡൗട്ട് ചോദിച്ചിട്ട് എനിക്ക് ഇതുവരെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാണ്ടിരുന്നത്. പക്ഷെ എനിക്കിപ്പോ ഈ അടുത്തായിട്ട് കുറെ മെസ്സേജസ് വരുന്നുണ്ട് ഗ്ലാസ് സ്കിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മെത്തേഡ്സ് പറഞ്ഞു തരുക ചോദിച്ചിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഏറ്റവും സേഫസ്റ്റ്, ഏറ്റവും ഈസിയസ്റ്റ്, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത്. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ആൻഡ് ഇതിലും വലിയൊരു ഈസിയസ്റ്റ് മെത്തേഡ് വേറെ ഉണ്ടാവില്ല ഗൈസ്, ട്രസ്റ്റ് മീ. ഓക്കെ, ഓൺലി അലോവേര ജെൽ. അലോവേര ജെല്ലിന് പകരം ഫ്ലാക്സ് സീഡ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, പക്ഷെ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ചില ആൾക്കാരുടെ കയ്യിലൊന്നും അത് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് അലോവേര തന്നെ പറഞ്ഞത്. ഈ സെയിം മെത്തേഡ് ഫ്ലാക്സ് സീഡ് ജെല്ല് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, എനിവേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി അല്ലെങ്കിൽ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ആൻഡ് ഇത് ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ആൻഡ് ഐ നീഡ് ടു നോ ഇറ്റ്സ് വെരി എഫക്റ്റീവ് ഓർ നിങ്ങൾക്ക് ബാഡ് ആയിട്ടാണ് ഗുഡ് ആയിട്ടാണ് എഫക്ട് ചെയ്തത്. ഐ നീഡ് ടു നോ ഗൈസ്. ഓക്കെ, വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കാം. സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെന്നുള്ളത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ഞാൻ ഇതുപോലത്തെ യൂസ്ഫുൾ കണ്ടന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ബൈ.